എന്റെ കുട്ടിക്കാലത്ത് ഒരു രസകരമായിട്ടുള്ള സ്റ്റോറിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. അതിസമർത്ഥമായിട്ട് ഞങ്ങൾ ഒരാളെ പറ്റിച്ച കഥ. അപ്പൊ നമുക്ക് കഥ തുടങ്ങാല്ലേ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും ഓർമ്മകൾ നിറഞ്ഞൊരു സ്ഥലമായിരിക്കും നമ്മുടെയൊക്കെ അമ്മ വീട്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ചെറുപ്പത്തിൽ ഇങ്ങനെ വെക്കേഷൻ ആവാൻ വേണ്ടി കാത്തിരിക്കും അമ്മയുടെ വീട്ടിൽ പോവാനേ. അമ്മയുടെ വീട്ടിലാണെങ്കിൽ നിറയെ പറമ്പാണേ. അപ്പൊ അവിടെ ഇങ്ങനെ തെങ്ങും കവുങ്ങും മാങ്ങയും കശുമാങ്ങയും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പറമ്പിൽ ഓടിക്കളിക്കാനും ചാടിക്കളിക്കാനും കശുമാങ്ങ പൊട്ടിച്ച് കഴിക്കാനും അതുപോലെ തന്നെ ഓലയിൽ തൂങ്ങാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു കുളവും ഉണ്ട്, അപ്പൊ നമുക്ക് കുളത്തിലും കളിക്കാം. ഇതൊക്കെ കാരണം വെക്കേഷൻ ആവാൻ വേണ്ടി ദിവസങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ്. അപ്പൊ ഞാൻ പറ്റിച്ചു എന്ന് പറഞ്ഞല്ലോ, അത് വേറെ ആരെയല്ല, എന്റെ മുത്തശ്ശനെയാണ്. പറ്റിച്ചു എന്ന് പറയുമ്പോ അത് പറ്റിക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യം കൂടി പറയണല്ലോ. അപ്പൊ മുത്തശ്ശനെ പറ്റി പറഞ്ഞു തന്നെ കഥ തുടങ്ങാം. മുത്തശ്ശൻ അത്യാവശ്യം ഒരു ടെറർ ആയിരുന്നു എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ടെറർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മുത്തശ്ശൻ നല്ല കർക്കശക്കാരനായിരുന്നു. അതുപോലെ അത്യാവശ്യം ദേഷ്യവും, പിന്നെ പറയുകയാണെങ്കിൽ നല്ല പിശുക്കുള്ള ഒരാളാണ്. അപ്പോ ഞങ്ങൾ അവിടെ പോകുമ്പോ എങ്ങനെയാന്ന് വെച്ചാല്, ഞാൻ നിറയെ പറമ്പുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ മുത്തശ്ശൻ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല, എന്തെങ്കിലും പണി തന്നുകൊണ്ടേയിരിക്കും. പറമ്പിലാണെങ്കിൽ നമ്മൾ കശുവണ്ടി പെറുക്കുക, അതുപോലെ കവുങ്ങുണ്ട് അപ്പൊ അടയ്ക്ക പെറുക്കുക, ഇങ്ങനെയുള്ള പണികളൊക്കെ തരും. അപ്പൊ ഈ കശുവണ്ടി പെറുക്കുമ്പോ ഞങ്ങളടുത്ത് പറയും, ആരാണ് കൂടുതൽ പെറുക്കുന്നത് അപ്പൊ അത് വിറ്റ് കിട്ടുന്ന പൈസ നമുക്ക് പോക്കറ്റ് മണിയായിട്ട് തരാന്നൊക്കെ പറയും. പക്ഷെ ചിലപ്പോ നമുക്ക് തരുമൊന്നില്ല കേട്ടോ, പറ്റിക്കും. കുറെ തെങ്ങുണ്ട്, അപ്പോ തേങ്ങ ഇടാനായിട്ട് ആള് വരും. അപ്പൊ തേങ്ങ ഇടാൻ ആള് വരുമ്പോ നമ്മളോട് തേങ്ങ പെറുക്കിടാൻ പറയും. അപ്പൊ തേങ്ങ പെറുക്കിയിട്ട ഒന്നെങ്കിൽ നമുക്ക് അതിന് കൂലിയായിട്ട് എന്തെങ്കിലും പോക്കറ്റ് മണി തരും, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു കരിക്ക് വീതം, അതാണ് കൂലി, അങ്ങനെ തരും. ഇതും ചില സമയത്ത് നമ്മളെ പറ്റിക്കും. അപ്പൊ പറ്റിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. ഞാൻ എന്ത് ചെയ്യും, ഈ പെറുക്കിയിട്ട തേങ്ങയൊക്കെ തിരിച്ചു കൊണ്ടുപോയി തെങ്ങിന്റെ കടക്കലിടും. ഇതാണ് എന്റെ പരിപാടി. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല, എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, കിങ്ങിനെ കിങ്ങിനെ കിങ്ങിനെ. എന്റെ പേര് കിങ്ങിനെയാണ് കേട്ടോ വീട്ടിൽ വിളിക്കുന്നത്. അപ്പൊ എന്നെ ഇങ്ങനെ കിങ്ങിണിയേ കിങ്ങിണിയേന്ന് വിളിച്ചോണ്ടിരിക്കും. പിന്നെ കുറെ ചോദ്യങ്ങളായി. നിന്റെ വീട്ടില് അരി എത്ര വാങ്ങും? നിന്റെ വീട്ടില് കറണ്ട് ബില്ല് എത്രയാ? എനിക്കാണെങ്കിൽ ഇതൊന്നും അറിയില്ല. അപ്പൊ പറയും, ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ, ഇതൊക്കെ അറിയാണ്ട് എങ്ങനെയാ നീ ജീവിതം പഠിക്കാൻ പോണേ, ഇതൊക്കെ അറിയാണ്ട് എങ്ങനെയാ നീ ജീവിക്കാൻ പോകുന്നേന്നൊക്കെ ചോദിക്കും. പിന്നെ നമ്മള് ഉറങ്ങിക്കിടക്കുമ്പോ രാവിലെ ഫാൻ ഓഫ് ചെയ്ത് പോവുക, ഇതൊക്കെ മുത്തശ്ശന്റെ ഇഷ്ടവിനോദങ്ങളാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പൂരോ കാവടിയോ ഒക്കെ വരുമ്പോ നമുക്ക് കുറച്ച് പൈസ എടുത്തു തരും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ മുത്തശ്ശൻ മേടിച്ചു തരും. പിന്നെ മുത്തശ്ശൻ രാവിലെ നടക്കാനാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് കൊച്ചുവിന്റെ ചായപ്പീടിയെന്ന് അപ്പവും ഉള്ളിക്കറിയൊക്കെ മേടിച്ച് അവിടുന്ന് ബസ് പിടിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു വരവുണ്ട്. ഞങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ മുത്തശ്ശൻ ഹാജരായിട്ടുണ്ടാവും. ആ ഒരു അപ്പവും ഉള്ളിക്കറിയൊക്കെ കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കൂടാതെ ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ അമ്മയ്ക്ക് മേടിച്ചെടുത്ത് പിള്ളേർക്ക് കൊടുക്കാൻ പറയും, പുഷ്ടി വരട്ടെ എന്ന് പറയും. അപ്പൊ ഇതൊക്കെയായിരുന്നു മുത്തശ്ശന്റെ സ്നേഹത്തിന്റെ ഒരു വശങ്ങൾ. ഇനി മുത്തശ്ശനെ പെറ്റിച്ച ആ ഒരു കഥയിലേക്ക് വരാം. മുത്തശ്ശനാണെങ്കിൽ വയസ്സായപ്പോ എഴുതാനൊക്കെ കുറച്ച് പാടായിരുന്നു, കൈ വിറച്ചിട്ടേ. അപ്പൊ ഈ പലചരക്ക് കടയിലേക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഒക്കെ ഞങ്ങളെ കൊണ്ടാണ് എഴുതിക്കാറ്. ആദ്യം ഈ ഒരു കാര്യം തുടങ്ങി വെച്ചത് എന്റെ ചേട്ടനാണ്. ഈ ലിസ്റ്റ് എഴുതുന്ന കൂട്ടത്തില് ചേട്ടന് ആവശ്യമുള്ള സാധനങ്ങൾ കൂടി എഴുതും. ചേട്ടൻ വല്ല നോട്ട്ബുക്കോ പേനയോ ഒക്കെയാണ് എഴുതാറ്. എന്നിട്ട് അത് മേടിക്കും. ഇത് കണ്ടുപഠിച്ച ഞങ്ങളെന്ന് പറഞ്ഞാല് ഞാനും എന്റെ ചെറിയമ്മയുടെ മോനും, ഞങ്ങള് ഭയങ്കര കൂട്ടാണേ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ കയ്യിൽ മുത്തശ്ശൻ ഇങ്ങനെ ലിസ്റ്റ് എഴുതാൻ തരുമ്പോ മുത്തശ്ശൻ പറയും, അമ്മുമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് അതൊക്കെ എഴുത്, അതുപോലെ മുത്തശ്ശൻ പറയണതും എഴുതാൻ പറയും. ഈ എഴുതുന്ന കൂട്ടത്തില് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൂടി എഴുതി വെക്കും. ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്: ഡയറി മിൽക്ക് ബ്രാക്കറ്റില് വലുത് 2 എണ്ണം, കുർക്കുറെ ബ്രാക്കറ്റില് വലുത് 2 പാക്കറ്റ്, മാഗി ബ്രാക്കറ്റില് വളരെ 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 വലുത് 1 പാക്കറ്റ്. ഇങ്ങനെ പോകും ആ ലിസ്റ്റ്. ഇതൊക്കെ എഴുതി മുത്തശ്ശന്റെ കയ്യിൽ കൊടുക്കും. പിന്നെ മുത്തശ്ശൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ലിസ്റ്റ് സക്രിയയുടെ പീടിക എന്നാണ് ഞങ്ങൾ പറയാ. സക്രിയ ഇക്കാന്റെ പലചരക്ക് കടയിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോ ആളിത് വായിച്ചു നോക്കിയിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് മുത്തശ്ശൻ എടുത്തു കൊണ്ടുവരാണ് ചെയ്യുക. ആൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും മിണ്ടില്ല. ഈ സാധനങ്ങളൊക്കെ ഇതുപോലെ എടുത്തു വെച്ച് മുത്തശ്ശന്റെ കയ്യിൽ കൊടുക്കും. മുത്തശ്ശൻ തിരിച്ചു വന്നിട്ട് അമ്മുമ്മയുടെ അടുത്തൊരു ചോദ്യമുണ്ട്, ഇത് എന്തൊക്കെയാണ് ഈ വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളത്, കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ, പൈസ കുറച്ച് അധികമായല്ലോ എന്നൊക്കെ. അമ്മുമ്മയ്ക്കും ഞങ്ങളുടെ ഈ കള്ളത്തരൊക്കെ അറിയാം, പക്ഷെ അമ്മുമ്മയും ഒന്നും പറയുന്നില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ മുത്തശ്ശൻ കാണാതെ ഇതൊക്കെ എടുത്ത് കഴിക്കലാണ് അടുത്ത പരിപാടി. ഈ ഒരു കലാപരിപാടി കുറെ കാലം ഞങ്ങൾ തുടർന്നു പോന്നു കേട്ടോ. മുത്തശ്ശൻ ഇത് അറിയായിരുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ.
അപ്പൊ നമ്മള് മുത്തശ്ശൻ അതിസമർത്ഥായിട്ട് പറ്റിച്ച സന്തോഷത്തിലൊക്കെ കുറെ കാലം കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ തോന്നുന്നു മുത്തശ്ശന് ഒരുപക്ഷെ ഇത് അറിയായിരിക്കും, അറിഞ്ഞിട്ടും ഞങ്ങളടുത്ത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി കണ്ണടച്ചതായിരിക്കും. മുത്തശ്ശൻ മരിച്ചിട്ട് ഒരുപാട് വർഷമായി, വർഷങ്ങൾ കഴിഞ്ഞു. അവസാന കാലൊക്കെ ആയപ്പോ മുത്തശ്ശൻ ശരിക്കും കുഞ്ഞുങ്ങളെ പോലെയായിരുന്നു. കാര്യങ്ങളൊക്കെ മറന്നു പോവാ, ആ ഒരു സ്വഭാവമൊക്കെ മാറി ശരിക്കും കുട്ടികളെ പോലെയായിരുന്നു. അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇത്ര കാലം കഴിഞ്ഞ് ഈ ഒരു കഥ പറയുമ്പോ മുത്തശ്ശന്റെ ഓർമ്മകളാണ് എൻ്റെ ഉള്ളിൽ ഫുള്ളും. സത്യം പറഞ്ഞാൽ മുത്തശ്ശൻ മരിച്ചപ്പോ അവിടുത്തെ മരങ്ങളും തെങ്ങും മാവും ഒക്കെ കൂടെ കൊണ്ടാ പോയെന്ന് തോന്നുന്നു. കാരണം മുത്തശ്ശൻ പോയോടുകൂടി അവിടുത്തെ തേങ്ങയുടെ എണ്ണവും അതുപോലെ മാവ് പൂക്കാതെയായി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി. അപ്പൊ നമ്മളെപ്പോഴും പറയും മുത്തശ്ശൻ പോയപ്പോ എല്ലാം കൊണ്ടാ പോയെന്ന്. അപ്പോ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു കഥ. ഇതുപോലത്തെ രസകരമായ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ നിങ്ങൾക്കും ഉണ്ടാവില്ലേ? ഈ ഒരു കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മുത്തശ്ശന് ഈ ഒരു കാര്യം അറിയാമായിരുന്നിരിക്കോ? അറിഞ്ഞിട്ടും ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ആള് കണ്ണടച്ചതായിരിക്കോ? അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങള് കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തൂ ട്ടോ.